വാണിയംകുളത്തെ ജിഷ്ണുവിനാണ് കുത്തേറ്റത്. ഇനി ഡൽഹിയിലേക്ക് ജന്തർ മന്ദറിൽ നിന്ന് വിനീത വിജി ചേരുന്നു. വിനീത, പാർട്ടികളുടെ പ്രതിഷേധം എവിടെ വരെയായി? പാർലമെന്റ് പോലീസ് സ്റ്റേഷന് മുന്നിൽ നിന്നുള്ള ആളുകൾ ജന്തർ മന്ദറിലേക്ക് പോകണമെന്നൊരു നിർദ്ദേശം ഇപ്പോൾ എനിക്ക് പിന്നാലെ പോലീസുകാർ അങ്ങനെ ഒരു നിർദ്ദേശമാണ് അനൗൺസ് ചെയ്യുന്നത്. ഇവിടെ അനാവശ്യമായി തടിച്ചുകൂടാൻ പാടില്ല എന്നൊരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ ഈ പാർലമെന്റ് പോലീസ് സ്റ്റേഷൻ മേഖലയിൽ മൊത്തത്തിൽ പോലീസ് നൽകിയിരിക്കുകയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്ന പോലെ തന്നെ കേന്ദ്രസേന അടക്കമുണ്ട്. മറുവശത്ത് ഈ പ്രതിഷേധം ഏതെങ്കിലും തരത്തിൽ അതിരുകടക്കുകയാണ് എങ്കിൽ അതിനാവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കാൻ ആവശ്യമായിട്ടുള്ള മുന്നൊരുക്കങ്ങളുണ്ട്. പോലീസ് വാനുകളുണ്ട്. മറുവശത്ത് വാഹനങ്ങൾക്ക് കടന്നു പോകുന്നതിനുള്ള ഒരു പാത കൂടി പോലീസ് ഒരുക്കിയിരിക്കുകയാണ്. പ്രതിഷേധത്തിലേക്ക് വരുമ്പോൾ നമുക്ക് പകുതി ആളുകളും നേരത്തെ ഇവിടെ എത്തിയ ആളുകളൊക്കെ തന്നെ അവർ ജന്തർ മന്ദറിലേക്ക് ഇതിനോടകം തന്നെ യാത്ര തിരിച്ചിരിക്കുകയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്ന പോലെ തന്നെ പുസ്തകങ്ങളും പൂക്കളും ഒക്കെയായി ദേശീയ പതാകയും ഒക്കെയായി ആളുകൾ പ്രതിഷേധത്തിലേക്ക് എത്തിയിട്ടുണ്ട്. നേരത്തെ തന്നെ CJP ഇങ്ങനെ ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നു. ഈ പ്രതിഷേധം വളരെയധികം സമാധാനപരമായിട്ട് നടത്തണം എന്നുള്ളതായിരുന്നു പ്രതിഷേധം. പുസ്തകങ്ങളും ഒക്കെയായി ആളുകൾ എത്തിയിട്ടുണ്ട്. അവർ പറയുന്നത് ഇത് സമാധാനപരമായി നടത്തുന്ന ഒരു പ്രതിഷേധം തന്നെയായിരിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ പോലീസിന് പൂക്കൾ നൽകിക്കൊണ്ട് നമ്മളുടെ ആവശ്യങ്ങൾ മുന്നോട്ട് വയ്ക്കുക, പ്രതിഷേധത്തിൽ നമ്മൾ ഫോൺ ഉപയോഗിച്ച് അതിന്റെ ദൃശ്യങ്ങൾ ചിത്രീകരിക്കുക എന്നുൾപ്പെടെയുള്ള ചില നിർദ്ദേശങ്ങളാണ് CJP നൽകിയിരിക്കുന്നത്. പോലീസിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായി തന്നെ പോലീസ് നിരീക്ഷിച്ചു വരികയാണ്. സ്ഥിതിഗതികളൊക്കെ തന്നെ വളരെ കൃത്യമായി അവർ വിലയിരുത്തുന്നുമുണ്ട്. ഏതെങ്കിലും തരത്തിൽ പ്രതിഷേധം അതിരുകടക്കുകയാണ് എങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഒരു അക്രമാസക്തമാവുകയാണ് എങ്കിൽ അതിനാവശ്യമായിട്ടുള്ള നടപടിക്രമങ്ങൾ പോലീസ് എടുക്കുമെന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. വിവിധ മേഖലകൾ കേന്ദ്രീകരിച്ച ഇന്ന് പോലീസിന്റെ എല്ലാ യൂണിറ്റുകളും ചേർന്നുകൊണ്ടുള്ള ഒരു യോഗം നടത്തിയിട്ടുണ്ടായിരുന്നു. ആ യോഗത്തിൽ നിലവിലെ സ്ഥിതിഗതികളൊക്കെ തന്നെ അവർ വിലയിരുത്തിയിട്ടുണ്ടായിരുന്നു. സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പൂർണ്ണമായും സമാധാനപരമായിട്ടുള്ള ഒരു പ്രതിഷേധമായിരിക്കണമെന്നാണ് CJP ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ഒപ്പം തന്നെ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം സോഷ്യൽ മീഡിയയിലൂടെ തരംഗമായ പ്രതിഷേധം ഇന്ന് ആദ്യമായി പുറത്തേക്ക് ഇറങ്ങുകയാണ്. പാർട്ടിയുടെ പവർ എന്താണ് എന്ന് ഈ പ്രതിഷേധത്തിൽ തെളിയിക്കാൻ കഴിയുമെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട്. സോഷ്യൽ മീഡിയയിലേക്ക് നോക്കുമ്പോൾ അവർക്ക് വലിയ ഫോളോവേഴ്സ് ഉണ്ട്, വലിയ പിന്തുണയുണ്ട്. പക്ഷേ പ്രതിഷേധത്തിന് അത്തരത്തിലേക്കുള്ള ഒരു വലിയ പിന്തുണ ഇതിനോടകം ലഭിക്കുന്നുണ്ടോ എന്നതാണ് കാത്തിരുന്നോ കാണേണ്ടത്. സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ തന്നെ നിരവധി പ്രമുഖരടക്കം CJPയുടെ ഈ നീക്കത്തിന് വലിയ പിന്തുണ നൽകിയിട്ടുണ്ടായിരുന്നു. ഈ നീറ്റ് CBSE വിവാദവും ഒക്കെയായി ബന്ധപ്പെട്ട് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്ന് അടക്കമുള്ള ചില ആവശ്യങ്ങളാണ് അവർ ഉന്നയിച്ചിരിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്ന പോലെ തന്നെ അദ്ദേഹം അംബേദ്കറുടെ പുസ്തകവും ഒക്കെയായാണ് എത്തിയിട്ടുള്ളത്. ശശി തരൂരിന്റെ പുസ്തകമാണ്, ശശി തരൂർ എഴുതിയ പുസ്തകവുമായാണ്. Next step is to ensure that whatever we are here for is executed in a peaceful manner, in a non-violent manner. That's what the call is from the party founder as well, to ensure there's a peaceful protest. Absolutely, because we want someone new to take over, because the crumbling education system that we are witnessing and that is affecting the youth, there has to be some sort of accountability and responsibility from the government, and we are not seeing that happening. So we want the resignation of the education minister. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്നാണ് അവർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്ന പോലെ തന്നെ പൂക്കളൊക്കെയായി എത്തിയിരിക്കുന്ന ആളുകളുണ്ട്. അവർ മറ്റ് പല സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ എത്തിയിരിക്കുന്ന ആളുകളാണ്. ചെറിയ പൂക്കളൊക്കെ നമ്മൾ പോലീസിന് കൊടുക്കണം, അങ്ങനെയൊക്കെയാണ് CJP ഇന്നലെ അവരുടെ നിർദ്ദേശങ്ങളിൽ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഈ മേഖലയിൽ നിന്ന് പാർലമെന്റ് സ്ട്രീറ്റ് മേഖലയിൽ നിന്ന് പ്രതിഷേധക്കാർ ഇവിടെ നിന്ന് ജന്തർ മന്ദറിലേക്ക് പോകണം എന്നൊരു നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. അനാവശ്യമായി ഇവിടെ തടിച്ചുകൂടാൻ പാടില്ല അടക്കമുള്ള ചില നിർദ്ദേശങ്ങൾ നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്ന പോലെ തന്നെ വിവിധ സ്ഥലങ്ങളിൽ നിന്നൊക്കെ എത്തുന്ന പ്രതിഷേധക്കാരാണ്. ഇവിടെ നിൽക്കാൻ കഴിയില്ല, മറുവശത്തേക്ക് പ്രതിഷേധം നടക്കുന്ന ജന്തർ മന്ദറിലേക്ക് അടക്കം പോകണമെന്നാണ്. जी मैं दिल्ली से आया हूँ, उत्तम नगर से। अभी जंतर मंतर की ओर प्रस्थान करने के लिए जैसे पुलिस बता रही है, तो जंतर मंतर की ओर ही जाना है और वहीं पे हमारा ये कॉकरोच जनता पार्टी का जो प्रोटेस्ट है वो हो रहा है। जी मैं अकेला ही हूँ, मेरे साथ कोई और नहीं है। अभी जिस तरीके से हालात बने हुए हैं देश में, पेपर लीक हो रहे हैं, लेकिन जो शिक्षा मंत्री है उनकी तरफ से कोई जवाबदेही नहीं है, ना कोई रेजिग्नेशन है। कहीं ना कहीं ऐसा लग रहा है कि 2014 के बाद से जो सरकार आई है इसमें रेस्पॉन्सिबिलिटी जवाबदेही नाम की ദൃശ്യങ്ങളാണ് കണ്ടത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ജന്തർ മന്ദറിന് മുമ്പിൽ പ്രതിഷേധക്കാരായ പാർട്ടികൾ എത്തിയിട്ടുണ്ട്. നമുക്കൊപ്പം കൃഷ്ണ ചെറിയാൻ കൂടി തത്സമയം ചേരുന്നു. ഓവർ ടു കൃഷ്ണ.
താങ്ക് യു SK. നമ്മളിപ്പോൾ വീണ്ടും പോകുന്നത് ജന്തർ മന്ദറിലേക്കാണ്. അവിടെ അർജുൻ പീതാംബരനുണ്ട്. അവിടുത്തെ പ്രതിഷേധത്തിന്റെ ഒരു അവസ്ഥ വ്യക്തമാക്കുന്നതിന് വേണ്ടി. അർജുൻ, വെരി ഗുഡ് മോർണിംഗ്. ജന്തർ മന്ദറിൽ പ്രതിഷേധക്കാർ ഓൺലൈനിൽ നിന്ന് ഇറങ്ങി ഓഫ്ലൈനിലേക്ക് എത്തുമ്പോൾ ആ പ്രതിഷേധത്തിന്റെ സ്വഭാവം എങ്ങനെയാണ് അവിടെയുള്ളവർ പ്രതികരിക്കുന്നത്? राजी नहीं है आईडी चालू करके मुझे तो ജന്തർ മന്ദറിൽ നിന്നുള്ള കാഴ്ചകളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ നമ്മുടെ പ്രതിനിധി അർജുൻ പീതാംബരനുണ്ട്. അർജുൻ അവിടുത്തെ വിശദാംശങ്ങൾ അല്പസമയത്തിനകം പ്രേക്ഷകരിലേക്ക് എത്തിക്കും. ബോസ്റ്റൺ സർവകലാശാലയിലെ വിദ്യാർത്ഥിയും ഈ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ നേതാവുമായ അഭിജിത്ത് ദീപ്കെ അല്പസമയം മുൻപാണ് ബോസ്റ്റണിൽ നിന്ന് ഡൽഹിയിൽ എത്തിച്ചേർന്നത്. വിനീത വിജയിലേക്ക് നമ്മൾ പോവുകയാണ്. വിനീത, ഈ പ്രതിഷേധക്കാര് പൊതുവായി പറയുന്നത് എന്തൊക്കെയാണ്? കഴിഞ്ഞ ദിവസം തന്നെ കുറച്ച് നിർദ്ദേശങ്ങളൊക്കെ നൽകിയിട്ടുണ്ടായിരുന്നല്ലോ. ദേശീയ പതാക ഏന്തി വരണം, പൂക്കളും പുസ്തകങ്ങളും കയ്യിൽ കരുതണം, വെയിലിനെ തോൽപ്പിക്കാനുള്ള സൺസ്ക്രീൻ ഉപയോഗിക്കണം, ഒപ്പം തന്നെ യാതൊരു തരത്തിലുള്ള അക്രമങ്ങളിലേക്കും പോകരുത്, ഏതെങ്കിലും തരത്തിലുള്ള അക്രമങ്ങൾ ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞാൽ അത് പോലീസിനെ അറിയിക്കണം, സമൂഹ മാധ്യമങ്ങളിലൂടെ മാക്സിമം കവറേജ് ഇതിന് കൊടുക്കണമെന്നൊക്കെയുള്ള നിർദ്ദേശങ്ങൾ നൽകിയിരുന്നല്ലോ. അപ്പോൾ ആ നിർദ്ദേശങ്ങൾക്കൊക്കെ അനുസരിച്ചാണോ ഇപ്പോൾ അവരുടെ പ്രതിഷേധം പുരോഗമിക്കുന്നത്? ക്രിസ്റ്റീന, അവരുടെ പ്രതിഷേധം തുടങ്ങിയിട്ടില്ല. അപ്പോൾ പ്രവർത്തകരൊക്കെ തന്നെ അതിനെ അനുകൂലിച്ചെത്തുന്ന ആളുകളൊക്കെ എത്തിക്കൊണ്ടേയിരിക്കുകയാണ്. നമ്മൾ നിൽക്കുന്ന പാർലമെന്റ് പോലീസ് സ്റ്റേഷന് മുന്നിലും ഒപ്പം തന്നെ ജന്തർ മന്ദറിലും ഒക്കെയായി ആളുകൾ എത്തിയിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ അഭിജിത്ത് ദീപ്കെ എത്തിയാൽ ഉടൻ പ്രതിഷേധത്തിലേക്ക് ഈ അനുകൂലികൾ CJP കടന്നേക്കുമെന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. ഇപ്പോൾ നിലവിൽ പ്രതിഷേധം തുടങ്ങിയിട്ടില്ല. പ്രവർത്തകരൊക്കെ അവരെ അനുകൂലിച്ചെത്തുന്ന ആളുകളൊക്കെ ഈ മേഖലകളിലേക്ക് എത്തിയിട്ടുണ്ട്. അവർ നൽകിയിരിക്കുന്ന നിർദ്ദേശം പോലെ തന്നെ കയ്യിൽ പൂക്കളുണ്ട്, പുസ്തകമുണ്ട്, ദേശീയ പതാകയൊക്കെയാണ് എത്തിയിരിക്കുന്നത്. ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം, ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം കഠിനമായിട്ടുള്ള ഉഷ്ണതരംഗമടക്കം നേരിടുന്നൊരു സമയമാണിത്. അതുകൊണ്ട് തന്നെ കൃത്യമായി വെള്ളം കുടിക്കണം, ഒപ്പം തന്നെ സൺസ്ക്രീൻ ഉപയോഗിക്കണം, നിങ്ങൾ പ്രഭാത ഭക്ഷണം അത് കഴിച്ചതിന് ശേഷം പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തണം, അത് ഉറപ്പാക്കണം. ഇങ്ങനെയുള്ള ചില നിർദ്ദേശങ്ങൾ CJP നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ പൂക്കൾ നൽകിക്കൊണ്ടുള്ള സമാധാനപരമായിട്ടുള്ള ഒരു പ്രതിഷേധമാണ് CJP ആഹ്വാനം ചെയ്തിരിക്കുന്നത്. യാതൊരു തരത്തിലും പ്രകോപനപരത്തിലേക്കോ അല്ലെങ്കിൽ അത്തരത്തിലേക്കുള്ള അക്രമ സംഭവങ്ങളോ ഉണ്ടാകരുതെന്നാണ് നിർദ്ദേശത്തിൽ അവർ നൽകിയിരിക്കുന്നത്. ഏതെങ്കിലും അനിഷ്ട സംഭവങ്ങൾ കണ്ടാൽ അത് മൊബൈൽ ഫോണിൽ അത് പകർത്തണമെന്നും നിർദ്ദേശമുണ്ട്. ആ നിർദ്ദേശം അനുസരിച്ച് എത്തിയ പ്രവർത്തകരെയൊക്കെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. മറുവശത്ത് പോലീസിനെ സംബന്ധിച്ചിടത്തോളം വലിയ സുരക്ഷാ ക്രമീകരണങ്ങളാണ് പോലീസ് ഒരുക്കിയിരിക്കുന്നത്. അത് ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷന് മുന്നിലാണെങ്കിലും ജന്തർ മന്ദറിലാണെങ്കിലും വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ പോലീസ് ഒരുക്കിയിട്ടുണ്ട്. ഈ പുസ്തകവുമായും ഒപ്പം തന്നെ പൂക്കളും ഒക്കെയായാണ് പ്രവർത്തകർ എത്തുന്നതെങ്കിലും ഏതെങ്കിലും തരത്തിൽ ഈ പ്രതിഷേധം അതിര് കടക്കുകയാണ് എങ്കിൽ അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യണം, അതിനെ എങ്ങനെ നിയന്ത്രിക്കണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് അതിനുള്ള തയ്യാറെടുപ്പുകളും അവർ എടുത്തിട്ടുണ്ട്. സമീപം നമുക്ക് കാണാൻ കഴിയുന്ന പോലെ തന്നെ പോലീസ് വാനുകളുണ്ട്, പോലീസിന്റെ ഉന്നത ഉദ്യോഗസ്ഥരടക്കം ഇവിടെ എത്തിയിട്ടുണ്ട്. ഇന്നലെ തന്നെ ഡൽഹി പോലീസിന്റെ നേതൃത്വത്തിൽ പ്രത്യേക യോഗം ചേരുകയും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സ്ഥിതികളൊക്കെ അവർ വിലയിരുത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഒപ്പം നമുക്ക് ഈ പ്രതിഷേധത്തിലേക്ക് വരികയാണെങ്കിൽ വിദ്യാഭ്യാസ മന്ത്രി, കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധം, അത് നമ്മൾ സൂചിപ്പിച്ചതുപോലെ സോഷ്യൽ മീഡിയയിലൂടെ ആരംഭിച്ച പ്രതിഷേധം, അത് ആ പ്രതിഷേധം പിന്നീട് തെരുവുകളിലേക്ക് നീങ്ങുന്നതാണ് നമുക്കിത് കാണാൻ കഴിയുന്നത്. രാവിലെയോടുകൂടി തന്നെ ആ പ്രതിഷേധത്തിനായി വിവിധ സ്ഥലങ്ങളിൽ നിന്ന്, വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നടക്കം ആളുകൾ എത്തിയിട്ടുണ്ട്. കോക്രോച്ച് ജനതാ പാർട്ടി എന്ന മുദ്രാവാക്യങ്ങളുമായി അവർ എത്തിയിരിക്കുകയാണ്. അങ്ങനെയുള്ള ടീഷർട്ടുകൾ ധരിച്ചെത്തിയിട്ടുണ്ട്, അവരുടെ കയ്യിൽ പുസ്തകങ്ങളുണ്ട്. അങ്ങനെ അത് മറുവശത്തേക്ക് ആ പ്രതിഷേധം പോകുന്നു. അവർക്ക് ഒരൊറ്റ ആവശ്യം മാത്രമേ ഉള്ളൂ. ഈ കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായ നീറ്റ് വിവാദം, ഒപ്പം തന്നെ CBSE വിവാദം വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഭാവി തന്നെ ആശങ്കയിലാക്കുന്ന തരത്തിൽ അതിന്റെ ഒരു ഉത്തരവാദിത്തം എന്ന് പറയുന്നത് വിദ്യാഭ്യാസ മന്ത്രാലയത്തിനാണ്. അതിന്റെ ഉത്തരവാദിത്തം ധർമ്മേന്ദ്ര പ്രധാനാണ്. അദ്ദേഹം രാജിവെക്കണമെന്ന് ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഈ പ്രതിഷേധം നടക്കുന്നത്. അല്പസമയത്തിനകം തന്നെ പ്രതിഷേധം ആരംഭിക്കും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.